ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ബിബ്ലിയോടെക് എന്ന് പറയും, ലൈബ്രറി. അവിടെ പോവാണ്. കുറച്ച് പേപ്പേഴ്സ് നമുക്ക് ജെറോക്സ് എടുക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുവരെ ഞാൻ ഇവിടുത്തെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, അപ്പോൾ അതിന് മെമ്പർഷിപ്പ് എടുക്കണം, എന്നാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ച് ബാങ്കിൻ്റെ പേർപ്പസിനാണ്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഹലോ, ഇന്ന് ഞാനിപ്പോൾ ഞാൻ വെളിയിൽ പോവാണ്. എനിക്ക് കുറച്ച് ഇവിടുത്തെ ലൈബ്രറി ഉണ്ട്, അപ്പോൾ അവിടെ പോകണം. അവിടെ നിന്ന് കുറച്ച് പ്രിൻ്റ് ഔട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇവിടെ പബ്ലിക് ലൈബ്രറി ആണെന്നാണ് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ബാങ്കിലേക്കുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാം. ഞാൻ അതിൻ്റെ പ്രോസസ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഫ്രീ ആണെന്നാണ് പറഞ്ഞത് അവിടെ. ഇനി അവിടെ പോയിട്ട് എന്താണെന്നൊക്കെ നോക്കിയിട്ട് പറയാം. ഇപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ലൊരു വെതറാണ്. വലിയ തണുപ്പൊന്നുമില്ല. ഒരു 5-4 അങ്ങനെയാണ്. 5 ആണ് ക്ലൈമറ്റ്, ബട്ട് ഫീൽസ് ലൈക്ക് 4. അപ്പം നമുക്ക് വല്ലാതെ അങ്ങോട്ട് തണുപ്പൊന്നും ഫീൽ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വില്ലീസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രാം സ്റ്റേഷനും കാര്യങ്ങളും കാണാം. ആ ഒരു സ്റ്റെപ്സ് പോകുന്ന ട്രാം സ്റ്റേഷനിലേക്കാണ്. ഫിഷ് മാർക്കറ്റ് കണ്ടില്ലേ, അപ്പം അതുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വില്ലീസിലേക്ക് പോകുന്നതിൻ്റെ വില്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ ബിബ്ലിയോടെക് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടുന്ന് ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അതാ ബിബ്ലിയോടെക്, ഒരു ബ്ലൂ കളർ ബോർഡിലാണ് ബിബ്ലിയോടെക്. അപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മൾ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്ക്, അതിന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. എഗെയിൻ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വന്ന് നമ്മൾ ലെറ്റേഴ്സ്, ഇതാണ് ലെറ്റർ ഇടുന്ന ബോക്സ്. അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ജെറോക്സ് എടുത്ത് എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ റിപ്ലൈ അവൈറ്റ് ചെയ്യാണ്. അപ്പം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ എല്ലാം പോസ്റ്റിലാണ്. പിന്നെ ഞാൻ കുറച്ച് ഗോതൻബർഗിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, സെൻട്രലിൽ. ജസ്റ്റ് വെറുതെ ടിക്കറ്റ് ഉള്ളത് ഉണ്ടായിരുന്നു, വെറുതെ പോയി. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്താണ്. മഴയും മഞ്ഞുമായിരുന്നു വന്ന്. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ബിബ്ലിയോടെക്കിലൊക്കെ പോയി. ഞാനവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനവിടെ ഞാനവിടെ ഫസ്റ്റ് ടൈമാണ്. ഐ നെവർ ബീൻ ടു പിന്നെ അപ്പോൾ എനിക്ക് അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ സ്വീഡിഷ് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ആർ വെരി ഹെൽപ്ഫുള്ളാണ്. ഈവൻ ദോ അവർ ഭയങ്കര ഇൻട്രോവേർട്സ് ആണെങ്കിൽ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ ഭയങ്കര പൊളൈറ്റാണ് നമ്മളടുത്ത്. അപ്പം അവർ നമുക്ക് ഓരോന്ന് പറഞ്ഞു തന്നു. നമുക്കൊരു സിസ്റ്റം അലോട്ട് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് അവിടെ ലോഗിൻ ID ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. എനി ടൈം നമുക്കിപ്പം ലൈബ്രറിയിൽ ഇപ്പോൾ ഒരു ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്. നമ്മൾ ഡിജിറ്റലി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഇത് സെൻറ്റർ ചെയ്തിട്ട് നമുക്ക് അത് എടുക്കാം. അപ്പം ഞാനവിടെ പോയി എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തു. അപ്പം ഫസ്റ്റ് അവർ പറഞ്ഞത് 3 പ്രിൻറ്റ്സ് മാത്രമാണ് ഫ്രീ, ബാക്കി നിങ്ങൾ പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ബാങ്കിലേക്കുള്ളതായതുകൊണ്ട് ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞത് ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ടെന്ന് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാനതൊക്കെ ഡോക്യുമെൻറ്റ്സ് എടുത്തു, ഒരു എൻവലപ്പിലാക്കി. എൻ്റെ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പം പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് നോഡ് എന്നാണ് പറയുക. അപ്പം നമ്മൾ അവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളുടെ ഈ പോസ്റ്റ് ബോക്സ് ഇല്ലേ അതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ അതിനകത്തോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല ആ യെല്ലോ ബോക്സ്. അപ്പോൾ അതിനകത്തായിരുന്നു നമ്മളത് ഇട്ടത്. അപ്പം നമ്മൾ ആ ബാങ്കിൻ്റെ റിപ്ലൈ അവൈറ്റ് ചെയ്യാണ്. എന്താവുമെന്നൊന്നും അറിയില്ല. നമ്മൾ ബാങ്കിലേക്ക് ഒന്നുമില്ല, ഇവിടെ ഒരു അക്കൗണ്ട് എടുക്കാനുള്ള പ്രോസസ്സാണിത്. ഭയങ്കര പാടാണ്. ഇവിടെ ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റിനോ ഹൂവർ ഇറ്റ് ഈസ് ഇവിടെ ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി പേര് കിട്ടാത്തവരുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയില്ല. എനിക്ക് ഒരു ബാങ്കിൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം എനിക്കൊരു ബാങ്ക് ID കിട്ടുന്ന രീതിയിൽ വേണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇവിടെ സ്റ്റുഡൻറ്റിലത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. കുറച്ച് ക്ലംസിയാണ്, കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ബാങ്കൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നത് കേട്ടോ. അവരിവിടെ ഒരു വർഷമായിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പോയി വന്നു. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. എനിക്കൊരു 5 to 10 minutes വാക്ക് ചെയ്യണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തണവായതുകൊണ്ട് നമുക്ക് ഭയങ്കര ടയർഡാവും.
അപ്പം ഭയങ്കര ടയർഡാവും, പിന്നെ ഭയങ്കര വീസിങ് ഒക്കെ പോലെ നമുക്ക് തോന്നും ചില സമയത്തൊക്കെ. ഇപ്പം എനിക്ക് തണുപ്പ് കൊണ്ടുവന്നാൽ ഭയങ്കര തലവേദന വരും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനൊരു ന്യൂ കമറാണ്. നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യാൻ ഫോഴ്സ് ചെയ്യില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സ്വീഡനെ പറ്റി ഞാൻ വന്നത് എങ്ങനെയാണ്, സ്റ്റുഡൻറ്റ് വിസയിലാണ് കേട്ടോ വന്നത്. അപ്പം എന്തെങ്കിലും അറിയണം കൺട്രിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിസയെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ.